UDF വളരെ മുന്നിലാണ്. UDF സ്ഥാനാർത്ഥിയായ ശ്രീ ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടങ്ങളിലും വളരെ മുന്നോട്ട് പോയി ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനവിരുദ്ധമായ നയങ്ങൾക്കെതിരെയുള്ള ജനങ്ങളുടെ അതിശക്തമായ വികാരത്തെ വോട്ടാക്കി മാറ്റിക്കൊണ്ട് വളരെ മുന്നോട്ട് പോവുകയാണ്. ശ്രീ സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയെ കേരളത്തിലെയോ അല്ലെങ്കിൽ നിലമ്പൂരിലെയോ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നതിൻ്റെ തെളിവായിട്ടാണ് ഓരോ ദിവസങ്ങളിലും അദ്ദേഹത്തിൻ്റെ സ്വീകരണ കേന്ദ്രങ്ങളിൽ വളരെ മോശമായ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് വളരെ ഗംഭീരമായി ജനമനസ്സുകളെ കീഴടക്കിക്കൊണ്ട് വനിതകളെ, യുവാക്കളെ, വിദ്യാർത്ഥികളെ, തൊഴിലാളികളെ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും കോർത്തിണക്കിക്കൊണ്ട് ഒരു വലിയ മുന്നേറ്റമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയുള്ള ജനങ്ങളുടെ വികാരമായി മുന്നോട്ട് പോവുകയാണ്. യാതൊരു സംശയവുമില്ല, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും വളരെ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ വളരെ വലിയ ഭൂരിപക്ഷത്തിന് ശ്രീ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിലെ ഏറ്റവും മികച്ച കോൺഗ്രസിൻ്റെ നേതാക്കന്മാരിൽ ഒരാളാണ് ശ്രീ ആര്യാടൻ മുഹമ്മദ്. അദ്ദേഹം ഈ പാർട്ടിക്ക് വേണ്ടി നൽകിയ സംഭാവനകളെ ഒരിക്കലും കേരളത്തിലെയോ നിലമ്പൂരിലെ ജനങ്ങൾ വിസ്മരിക്കുന്നതല്ല. അദ്ദേഹത്തിൻ്റെ ലെഗസി പിന്തുണ അവകാശപ്പെടാൻ കഴിയുന്ന ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ ഏകദേശം 25,000-ൻ്റെ മുകളിൽ ഒരു വമ്പിച്ച ഭൂരിപക്ഷം നിലമ്പൂരിൻ്റെ ചരിത്രത്തിലാദ്യമായി നൽകിക്കൊണ്ട് അദ്ദേഹം കേരളത്തിൻ്റെ നിയമസഭയിൽ എന്തായാലും വന്നിരിക്കും.